ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ദോശയായിരുന്നു, ദോശയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് തികയാത്തതുകൊണ്ട് എനിക്ക് മാത്രം ഞാൻ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കി. അപ്പോൾ ദോശയുടെ മാവ് കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയായിരുന്നു. അതിനുശേഷം കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കി. അപ്പോൾ അത് ഞാൻ കഴിച്ചു. അപ്പോൾ അതാ ഉച്ചയ്ക്കൊന്നും കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകിട്ടത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാനൊരു കുറച്ച് അരിയും പയറും ഇട്ടൊരു കുഞ്ഞ് പായസം കണക്കാക്കി. അതത്ര ഓക്കെ ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ആദ്യത്തെ എന്താ ഇവിടെ ചപ്പാത്തി ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തിനും ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയുടെ മാവൊക്കെ ഇങ്ങനെ കുഴയ്ക്കുന്നതും അത് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അവൻ അതിൻ്റെ ഒരു ഇതിലേക്കാണ്. അപ്പോൾ അതാ അതിനുശേഷം എന്താ വെളിയിലോട്ടൊക്കെ വൈകുന്നേരം ഞാൻ എന്താ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി, പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ അതാ ഇവിടെ നമുക്ക് ചെടികളൊന്നും വലുതായിട്ടില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ കരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നല്ല ഉണക്കൊക്കെ ആണല്ലോ. തുളസിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് വാടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഒന്ന് വെളിയിലോട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്കത്തെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അതാ നമ്മൾ ചെരുപ്പ് വയ്ക്കുന്ന ഭാഗമാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ സിറ്റ് ഔട്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെയാണ് ഇരിക്കുകയും കാര്യങ്ങളൊക്കെ പറയണത് എപ്പോഴും ഇവിടെയാണ് കേട്ടോ. ഒന്നും ബാക്കിൽ അല്ലെങ്കിൽ ഇവിടെ. അപ്പോൾ അതാ ഇതൊരു വാച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനങ്ങനെ മക്കൾക്ക് വാങ്ങിച്ചതാണ്. പക്ഷേ ഇടയ്ക്ക് ഞാൻ കെട്ടാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഇതെടുത്ത് കെട്ടും. അപ്പോൾ അത് അവരങ്ങനെ ചിലപ്പോൾ അവരങ്ങനെ കെട്ടാറില്ല, വാച്ചൊന്നും കെട്ടാറില്ല. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ അതാ ഇത് ഐറ്റസിൻ്റെ ഒരു സിന്ദൂരമാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് റെഡാണ് എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി മെറൂണാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ അതാ ഒരു മെറൂൺ എന്ന് പറയുമ്പം നമ്മുടെ ഒരു കറുപ്പും മെറൂണും കൂടെയൊക്കെ ചേർന്നൊരു കളറാണ് കേട്ടോ. വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇടപ്പം എനിക്ക് അലർജി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സിന്ദൂരം ഇടത്തില്ല. ഇടയ്ക്ക് സിങ്കാറോ അങ്ങനെ എന്തെങ്കിലുമാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ ഡാസിലറിൻ്റെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഐലൈനറാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ നമുക്ക് കിടക്കുന്നൊരു ടൈപ്പാണ് കേട്ടോ. യൂസ് ചെയ്താൽ നമുക്ക് നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് നല്ലതുപോലെ എനിക്ക് ഉപയോഗമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിതാ ഇത് ആൽക്കയുടെ ഒരു കൂട്ടസാണ് കേട്ടോ. ഇതും കുഴപ്പമില്ല കേട്ടോ. ഇതും ഒരുവിധം കാലിൽ കിടക്കുന്നുണ്ട്, പെട്ടെന്ന് അങ്ങനെ പോകുന്നൊരു ടൈപ്പല്ല. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് വെറൈറ്റി പൊട്ടുകൾ. ഈ പൊട്ടുകളെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് മെയിനായിട്ട് ഓരോരുത്തരും നെറ്റിയിൽ കിടന്ന് കാണപ്പം എനിക്കത് ഇട്ടാൽ കൊള്ളാമല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ കൂട്ടുന്നതാണ് കേട്ടോ. അതിങ്ങനെയൊക്കെ ഉള്ളതേ വാങ്ങിക്കാറുള്ളൂ. കല്ലും അങ്ങനെയുള്ളതൊന്നും എനിക്കങ്ങനെ ഇഷ്ടമല്ല. അത് ഈ ഐറ്റസിൻ്റെ കുറച്ച് പൊട്ടുകൾ വാങ്ങിച്ച് വയ്ക്കും. അതൊട്ട് ഞാൻ ഇടത്തുമില്ല. കുറേ ഇങ്ങനെ വാങ്ങിച്ചിങ്ങനെ വയ്ക്കും. അതിൻ്റെ പല പല മോഡലാണ്. മെറൂണുണ്ട്, ഇങ്ങനെ ഈ കളറൊക്കെ ഞാൻ ഇടുമെന്ന് കരുതി ഭയങ്കരമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് കുറവാണ്. ഇത് 5, മറ്റത് 13 രൂപയൊക്കെ ആവുള്ളൂ കേട്ടോ. ഈ ഐറ്റസിൻ്റെയൊക്കെ 13 രൂപയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതും കറുപ്പ് പൊട്ടൊക്കെ ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ പുറത്തിറങ്ങപ്പോൾ ആരെങ്കിലും ഇട്ടേക്കണ കാണണം. അപ്പം ഞാൻ അതിങ്ങനെ ഇടാറുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് എന്ന് പറയാം. ഇങ്ങനെ പൊട്ടുകളിങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് ഇടാം. പിന്നെ ഇത്തിരിയെങ്കിലും ഇടുമെന്ന് പറയുന്നത് ഈ കറുപ്പ് ചിലപ്പം ഇടും, തോന്നിയാൽ ഇടും, ഇല്ലെങ്കിൽ ഇല്ല. അത് പണ്ട് അങ്ങനെ തന്നെ, പണ്ട് പിന്നും ഇടുമായിരുന്നു. ഇപ്പോൾ സിങ്കാറ് നമ്മൾ തലവേദനയൊക്കെ ഉള്ളപ്പം നമുക്ക് ഒട്ടിപ്പൊട്ടിടാത്തവർക്കൊക്കെ നല്ലതാണ് സിങ്കാറ് ഞാൻ അങ്ങനെ ഇടത്തില്ല. പണ്ടത്തെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ വാങ്ങിച്ചിട്ടേക്കും. അപ്പോൾ ഇത് എൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നും അങ്ങനെ ഇടാറില്ല വല്ലപ്പോഴും കേട്ടോ. എല്ലാത്തിൻ്റെയും കളറുകൾ ഓരോന്നിനും ഓരോരോ കളറുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് നിങ്ങളെ പരിചയപ്പെടുത്താമല്ലോ എന്ന് കരുതി. എനിക്കിപ്പോൾ ഈ മിനി ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ലതാണ്, അത് കിടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കളർ നമുക്ക് വലിയൊരു ഓവറായിട്ട് എനിക്ക് ഒരു ഫീല് തോന്നില്ല. മറ്റേതൊക്കെ എനിക്ക് കളറുകൾ വലിയ ഒരു താല്പര്യമായിട്ട് എനിക്ക് അത്ര ഇല്ല കേട്ടോ. നമ്മൾ കാണും കണക്കുള്ള ഒരു കളറില്ല. ഇപ്പോൾ ഇടുന്നത് ഈ ലാസ്റ്റ് ഇട്ട ഈ മെറൂണാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. ഈ മിനി ലിപ്സ്റ്റിക്കാണ് ഒരു കണക്കിന് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നും. ലാസ്റ്റ് ചെയ്യും. എനിക്ക് ഏറ്റവും കൂടുതൽ മിനി ലിപ്സ്റ്റിക്കിനെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞ് മറ്റേ സിങ്കാറിൻ്റെത് ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഡാസിലറിൻ്റെ പൗഡർ ഞാൻ കൂടുതലും ഡാസിലറി ആറിലേക്കാണ് വാങ്ങിച്ച് വയ്ക്കുന്നത്.
ഈ കുഞ്ഞ് പൗഡർ വാങ്ങിച്ചു വെച്ചേക്കണേന്ന് വെച്ചാൽ വലിയ പൗഡർ വാങ്ങിച്ചു വെച്ചാൽ അവർ തട്ടിക്കളിക്കും. മക്കൾ തട്ടി നല്ലോണം പൗഡർ തട്ടി ഇങ്ങനെ കളിക്കും. അപ്പോൾ അത് പെട്ടെന്ന് ഇല്ലാതാവും. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പൗഡർ വാങ്ങിച്ച് വെച്ചേക്കണം. ഇത് എൻ്റെ പണ്ടത്തെ ഒരു ജിമിക്കി കമ്മലാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഇടാറൊന്നും ഇല്ല. ഇങ്ങനെ നിങ്ങളൊന്ന് കാണിക്കാമല്ലോ എന്ന് കരുതി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നാളൊക്കെ ആവുള്ളൂ. പിന്നെ ഇതും അതിലും നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇതിലൊക്കെ കിടന്ന് കരിയും പൊടിയൊക്കെ തട്ടി ഇങ്ങനെ ഇരിക്കുന്നതന്നേ ഉള്ളൂ. പിന്നെ ഇത് ചേച്ചി എന്നാൽ ജിമിക്കിനാണ് കേട്ടോ, കല്ലുള്ള ജിമിക്കി. ജിമിക്കിനാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കൂടുതലുള്ളതും. അപ്പോൾ എല്ലാം നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഒരു ദിവസം എൻ്റെ കയ്യിലുള്ള കമ്മലുകളെല്ലാം കാണിക്കാം. ഇപ്പം ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഈ സൂചി നൂലും കണക്കുള്ള കമ്മലാണ്. ഇതാണ് എനിക്കിഷ്ടം. ഇത് സ്വർണ്ണമൊന്നും അല്ല കേട്ടോ. ഇത് സാധാ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധാ മോഡൽ കമ്മലാണ് കേട്ടോ. അപ്പം ഞാനിത് രാജകുമാരി പോയപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചിരുന്നു. ഇതിൻ്റെ 2 വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇത് 25 അവർ പറഞ്ഞത്. രണ്ടും വേറെ വേറെ മോഡലാണ് കേട്ടോ. ഞാൻ ഓരോ മോഡൽ ഓരോ കമ്മൽ വീതമാണ് കാണിക്കുന്നത്. അതാണ് അങ്ങനെ. അപ്പോൾ ഇത് വേറൊരു മോഡൽ, അതൊരു മോഡൽ. പിന്നെ ഒരു ജിമിക്കി. ഇതും അങ്ങനെ ഇടാറൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ചെറുത്, ഇതും അങ്ങനെ ഇടത്തൊന്നുമില്ല. ഇങ്ങനെ ഇട്ടേക്കും, ആ ടിന്നിൽ ഇങ്ങനെ ഇട്ടേക്കും. പിന്നെ ഇതൊരു ബട്ടർഫ്ലൈ കണക്കുള്ളൊരു കമ്മലാണ്. ഇങ്ങനെ നമ്മൾ ഹാങ് ചെയ്തിടുന്ന കണക്കുള്ളൊരു കമ്മലാണ്, തൂക്കിയിടുന്ന. അതും ഞാൻ അങ്ങനെ ഇടാറില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇതൊരു ചുട്ടിയാണ് കേട്ടോ. ഒരു 10ൻ്റെ ഒരു മാല ഞാൻ വാങ്ങിച്ചപ്പോൾ അതിൽ കിടന്ന് ചുട്ടിയാണ്. ബട്ടർഫ്ലൈ കണക്ക് വരുന്നത്. മാല അത്തിരി വെളുത്ത് പോയി. പക്ഷെ അതിപ്പം ചുട്ടി എൻ്റെ കയ്യിലുണ്ട്. ഇതും അതേ കണക്ക് തന്നെ ഒരു ലോക്കറ്റാണ്. ഇതും ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും എൻ്റെ എവിടെയെങ്കിലും ഇടാമല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞിതാ ഇവിടെ കട്ടൻ കാപ്പി ഇടാനായിട്ടുള്ള പണിയാണ് കേട്ടോ. വൈകുന്നേരം ഇടും. എപ്പോഴും ഇവിടെ എനിക്ക് എപ്പോഴും കാപ്പിയുള്ളൂ, അല്ലെങ്കിൽ കട്ടൻ ചായയൊക്കെ കുടിക്കണം. പിന്നെ വൈകിട്ടത്തേക്കുള്ള ഉരുളൻകിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പോൾ കുട്ടൊന്ന് പൂരി ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉരുളൻകിഴങ്ങ് കറി കണക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാം. അവർക്ക് എന്തെങ്കിലും ഒരു കറി മതി, അങ്ങനെ ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ മാവ് ഇങ്ങനെ കുഴച്ചത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പോൾ കുട്ടുവിൻ്റെ മാവ് കുഴക്കിക്കൊണ്ട് അവൻ നല്ല സൂപ്പറായിട്ട് നമുക്ക് മാവ് നല്ലതായിട്ട് കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് അവൻ നല്ലതാക്കി തരും. ഞാൻ പോലും ഇത്രയും നല്ല രീതിക്ക് മാവ് കുഴച്ചെടുക്കത്തില്ല. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് മാവ് കുഴച്ചെടുക്കാനൊക്കെ. അപ്പോൾ നമ്മൾ വൈകിട്ടത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞു കാണാം. അപ്പോൾ നമ്മൾ കാപ്പി വെള്ളം കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എടുത്ത് വെച്ചു. അപ്പം ഇനി നമ്മളിതായി കാപ്പിയൊക്കെ കുടിച്ച് അവരെ കുറച്ച് നേരം അവർക്ക് പറഞ്ഞൊക്കെ കൊടുക്കാനുണ്ട്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാൻ ഒരു കഷ്ണം ബ്രെഡും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ബ്രെഡ് ഇങ്ങനെ കാപ്പി വെള്ളത്തിൽ മുക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരൊക്കെയെങ്കിലും ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പറയണം കേട്ടോ, കമൻറ്റ് ഇടണേ. അപ്പോൾ എൻ്റെ വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ തരണം. നിങ്ങൾ എന്നും ലൈക്കൊക്കെ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എന്നും ഇടാനും എനിക്ക് താല്പര്യം തോന്നുള്ളൂ. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ ഇടാൻ തോന്നും. നമ്മളൊരു സാധാരണ ഒരു രീതിയിലുള്ളൊരു കുടുംബവും സാധാരണ രീതിയിലുള്ളൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ. വലുതായിട്ടുള്ള ഒരു ഇതും ഇല്ല. നമ്മൾ എന്താണോ ആ രീതിയിൽ തന്നെയാണ് ഡേ മൈ ലൈഫ് ഞാൻ എടുത്ത് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെ പഠിപ്പിക്കാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് കർമ്മിക്കുട്ടിയുടെ ബാഗാണ് കേട്ടോ. കർമ്മിക്കുട്ടിയുടെ ഡോറയും ബുജിയും ഉണ്ട് കേട്ടോ. ബുജി ഇവിടെ ഉണ്ടായിരുന്നു. ഡോറയും പിന്നെ ഡോറയുടെ കൂടെ ഒരു പയ്യനൊക്കെ ഉണ്ട്. ബുജി ഇല്ല കേട്ടോ. ഇതിൽ ഡോറയും ഒരു ചെറുക്കനും മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേത് ഒരു സ്കൂബിയുടെ ഒരു പടമുള്ള ഇതാണ്. അപ്പോൾ അവരെ പഠിത്തമൊക്കെ ഇങ്ങനെ നടക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നതിന് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വലുതായിട്ട് പഠിപ്പിക്കാനൊന്നും വലിയതൊന്നുമില്ല. അവരെ വായിപ്പിച്ചൊക്കെ ഇങ്ങനെ നോക്കും, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുട്ടുതാ എന്നെ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ പൂരിക്കൊക്കെ എല്ലാം പരത്തി വെച്ചു. പൂരിക്കൊക്കെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊരിയൊക്കെ ഉണ്ടാക്കി കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ കിടക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.